സിനിമയിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ പിന്നെ അംഗനവാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, കുട്ടികളെ ഇന്നത്തെ കിൻഡർ ഗാർഡൻ അവിടേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പാരൻസ് കൊണ്ടുപോയപ്പം അവിടുന്ന് കുറച്ച് കുട്ടികളെ വേണം ഷൂട്ടിങ്ങിലേക്ക് എന്ന് പറഞ്ഞിട്ട് നാൽക്കവല എന്ന് പറഞ്ഞ മൂവിയിലേക്ക് അങ്ങനെ അവർ കൊണ്ടുപോയപ്പം കുറച്ച് ക്യാമറ ഫിയർ ഒന്നും ഇല്ലാത്ത കുട്ടികളെ നോക്കി സെലക്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്തു നിന്ന് പിന്നെയും സെലക്ട് ചെയ്ത് എന്നെ മാത്രമായിട്ട് പിന്നെ അവരൊരു പാട്ട് പഠിപ്പിക്കുന്നൊരു സീനിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. തിക്കുരിശി അങ്കിളാണ് പാട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് സിനിമയിൽ വന്നത്. പിന്നെ ഓരോ മൂവി ഒരു ഫിലിം കഴിഞ്ഞ് അടുത്ത ഫിലിമിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ചാൻസ് കിട്ടി അങ്ങനെ പോവായിരുന്നു. അപ്പോൾ വടക്കൻ വീരഗാഥ എനിക്ക് തോന്നുന്നു 5-ാമത്തെ 6-ാമത്തെ അങ്ങനെ മൂവിയാണ്. ആര്യൻ അങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. മോർ ദാൻ 50 പാരൻസ് ചെറിയ കുട്ടിയാകുമ്പോൾ അഭിനയിച്ചപ്പോൾ അവർ എണ്ണിയപ്പോൾ 50 മേലെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. വാത്സല്യത്തിലുണ്ട്, മിന്നാരം, കുറേ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസിക് നല്ല ലെജൻഡ് മൂവിയിലും അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ വീരഗാഥ അടക്കമുള്ള എല്ലാ സിനിമകളിലും അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെ, മമ്മൂക്കൻ്റെ കൂടെ, ലാലങ്ങളുടെ കൂടെ, അങ്ങനെ എല്ലാവരുടെയും, മുകേഷ് അങ്കിൾ, സിദ്ദിഖ് അങ്കിൾ, എല്ലാവരും, പിന്നെ ജയറാം അങ്കിൾ, സുരേഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണോ ഒരു ഏട്ടനും അനിയത്തിയും തല്ലുകൂടുക അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ അങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഒരു 5-6 മൂവിയിൽ ഞാൻ ദിലീപേട്ടൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അത് ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങൾ. ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുകയായിരുന്നു. ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. നല്ല രസകരമായ അനുഭവം. അത് ആ ക്യാരക്ടർ ചക്കപ്പോത്ത് എന്നുള്ള ക്യാരക്ടറാണ് എന്നെ എല്ലാവരും ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്യാരക്ടർ. എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ വീട്ടിലൊരു കുട്ടിയായിട്ടാണ് എല്ലാവരും എന്നെ കണക്കാക്കുന്നത്. അപ്പം അതൊരു വലിയ ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടും കരുതുന്നുണ്ട്. 2.5 വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് അപ്പം മുതൽ ഇങ്ങനെ എല്ലാ സൂപ്പർ സ്റ്റാർസിനെയും എല്ലാവരെയും കാണുന്നുണ്ട്. അവരുടെ കൂടെ എല്ലാം ഇങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ ഇടപെടുന്ന പോലെ നമുക്ക് ഇടപെടാനും അവരുടെ സ്നേഹം കിട്ടാനും എല്ലാത്തിനുമുള്ള ഒരു സന്തോഷവും ഭാഗ്യവും ഒക്കെ കിട്ടുന്നുണ്ട്. വടക്കൻ വീരഗാഥ മൂവിയിൽ ഞാൻ കുഞ്ചുനൂലിയുടെ ചെറുപ്പകാലമായിട്ടാണ് അഭിനയിക്കുന്നത്. ഈ ഫെബ്രുവരി 2025 അത് റിലീസാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക.